കോഴിക്കോട് കോർപ്പറേഷൻ 64-ാം വാർഡ് LDF സ്ഥാനാർത്ഥി മിലി GL വരുന്നുണ്ട് നമ്മോടൊപ്പം. മേഘയാണ് ചേരുന്നത്. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. യെസ്, എന്തായാലും മേഘ, രാവിലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ LDF സ്ഥാനാർത്ഥി മിലിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. മേഘ, ഭദ്ര, അതായത് തിരഞ്ഞെടുപ്പ് തീയതി അടുത്തു വരുന്നു. പ്രചാരണവും നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ 64-ാം വാർഡിലാണ്. 64-ാം വാർഡ് LDF സ്ഥാനാർത്ഥി മിലി DLനൊപ്പമാണ് ഉള്ളത്. മിലി ഇപ്പോൾ ഇതാ വോട്ട് തേടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് രാവിലെ തന്നെയാണ്, ആളുകളൊക്കെ തന്നെ തയ്യാറാകുന്ന ഒരു സമയം കൂടിയുണ്ട്. വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് നിലവിൽ LDFന്റെ വാർഡ് തന്നെയാണ് തിരുത്തിയാട്. ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ, അതിനൊപ്പം തന്നെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അത് വലിയ ആത്മവിശ്വാസം നൽകുന്നു എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികളും പറയുന്നത്. ഏതായാലും വലിയ ആത്മവിശ്വാസം തന്നെ സ്ഥാനാർത്ഥികൾ പ്രകടിപ്പിക്കുന്നു. മിലിക്കൊപ്പം ഒരുപാട് സഹപ്രവർത്തകർ കൂടിയുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പ്രചാരണം പുരോഗമിക്കുന്നത് എന്ന്. ഏതായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് മിലി പങ്കുവെക്കുന്നത്. മിലിയുടെ പ്രത്യേകത എന്നത് കോഴിക്കോട്ടെ ഏറ്റവും മുതിർന്ന CPM നേതാവിൻ്റെ മകൾ ആണ്. TP ദാസൻ്റെ മകളാണ്. നേരത്തെ തന്നെ TP ദാസൻ അതായത് മുൻ മേയറായിരുന്നു. അതിനൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ നിരവധി നിലകളിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. ആ അച്ഛൻ്റെ മകളായി കൂടിയാണ് മിലി നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും എങ്ങനെയാണ് പ്രചാരണം പുരോഗമിക്കുന്നത് എന്ന്. വലിയ തിരക്കിൽ കൂടിയാണ്. അതായത് രാവിലെ സമയമാണ്. പരമാവധി വീടുകൾ കയറി വോട്ടർമാരെ കാണുക എന്ന് തന്നെയാണ് ലക്ഷ്യം. ചേച്ചി മുമ്പോട്ട് വരും. ഏതായാലും രാവിലെ തന്നെ പ്രചാരണം ആരംഭിച്ചു. ഇപ്പോൾ ഏത് രീതിയിലാണ് പ്രചാരണം പുരോഗമിക്കുന്നത്? വളരെ പോസിറ്റീവായ കമൻറ്റുകളാണ് ആളുകൾ ഇപ്പോൾ പരമാവധി വീടുകളിൽ കയറി ആളുകളെ കാണുക എന്നുള്ളതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതായത് പരമാവധി ആളുകളുമായിട്ട് സമ്പർക്കം നടത്തി അവരെ ഇന്ന് അവരെയും എന്നെയും അവർക്ക് അറിയുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രചാരണ രീതി. ചേച്ചിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് മത്സരരംഗത്ത് മത്സരിക്കാൻ എത്തുന്നത്. ആദ്യമായിട്ടാണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകളാണ്. അപ്പോൾ അത് ചെറുപ്പം മുതലേ അത് കണ്ടുകൂടിയാണ് വളരുന്നത് അല്ലേ? അതൊരു വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായും. മത്സരരംഗത്ത് ആദ്യമാണെങ്കിലും സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പിന്നെ വീട്ടിൽ ചെറുപ്പത്തിൽ തന്നെ ഇത് കണ്ട് വളരുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ഛൻ ആദ്യത്തെ കൗൺസിലർ ആവുന്നത്. അപ്പോൾ അന്ന് മുതലേ വീടുകളിൽ ഈ ഒരു ആളുകൾ രാവിലെ വരുന്നതും അവരെ കാര്യങ്ങൾ കേൾക്കുന്നതും അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് വളർന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയോ ഒരു ടെൻഷനോ ഒന്നും വന്നിട്ടില്ല. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പം കോഴിക്കോട് കോർപ്പറേഷൻ LDF ആണ് ഭരിച്ചിരുന്നത്. വളരെ മികച്ച പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതിനൊപ്പം തന്നെ സർക്കാരിൻ്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്നില്ലേ? തീർച്ചയായും. കാരണം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രതികരണം കേൾക്കുമ്പോഴാണ് ശരിക്കും ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും പ്രത്യേകിച്ച് പെൻഷൻ്റെ ഒക്കെ ആ പ്രായമായ അമ്മമാരെയൊക്കെ ഒരു സ്നേഹം, ഞങ്ങളോടുള്ള സ്നേഹം കാണുമ്പോഴാണ് എത്രത്തോളം സർക്കാർ അവർക്കൊരു കൈത്താങ്ങായി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും പെൻഷൻ പദ്ധതികൾ, പിന്നെ ഒരുപാട് ജനക്ഷേമ പദ്ധതികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് ഓരോ വീടുകളിൽ കയറുമ്പോഴും കിട്ടുന്നുണ്ട്. അവരെ അതിലൊരു പ്രതികരണം കേൾക്കുമ്പോഴാണ് ശരിക്കും എത്രത്തോളം അത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തവണ വീണ്ടും കോർപ്പറേഷൻ പിടിക്കും, കൂടുതൽ സീറ്റുകളോടെ ആത്മവിശ്വാസം ഉണ്ട്? തീർച്ചയായും LDF തന്നെയേ വരുള്ളൂ. ഞങ്ങൾ കൂടുതൽ സീറ്റുകളോടെ, കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വരും എന്ന് തന്നെയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം കുറേ ചേച്ചിമാരുണ്ട്, നമുക്ക് അവരോടും കൂടെ ചോദിക്കാം. എപ്പോഴാണ് തുടങ്ങിയത്? രാവിലെ തന്നെ ആരംഭിച്ചിട്ടില്ലേ? 7:30 മണിക്ക്. എങ്ങനെയുണ്ട് ആളുകളുടെ പ്രതികരണം? നല്ല രീതിയിലുള്ള പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത്. പിന്നെ ഞങ്ങൾ ചെയ്ത വികസനം, പിന്നെ കോർപ്പറേഷനിലുണ്ടായിരുന്ന ഈ പെൻഷൻ്റെ ഒക്കെ കാര്യം ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പ്രതികരണമാണ് ക്ഷണിച്ചത്. ഒരു മറുത്തൊരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. LDFന്റെ വാർഡ് തന്നെയാണ്, പക്ഷേ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് വീണ്ടും വിജയം സ്വന്തമാക്കും. അതായത് ഭദ്ര, ആത്മവിശ്വാസം തന്നെയാണ് ആളുകൾ പങ്കുവെക്കുന്നത്. LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. അത് കൂടുതൽ സീറ്റോട് കൂടി ഇത്തവണയും പിടിച്ചെടുക്കും. അതിൽ മുൻപോട്ട് വയ്ക്കാൻ ഒരുപടി വികസന പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ്റെതായുണ്ട്, അതിനൊപ്പം സർക്കാരിൻ്റെതായുണ്ട്. അത് തന്നെയാണ് ഇവർക്ക് നൽകുന്ന കരുത്തും ആത്മവിശ്വാസവും.